ഉറങ്ങുമ്പോഴാണ് ഒരു ദൈവശബ്ദം കേട്ടു, ഇന്ന് രാവിലെ സമയം ദൈവവചനം സംസാരിക്കണമെന്ന്. कल रात को मैं सोने के समय परमेश्वर की आवाज आया है कि आज सुबह में परमेश्वर के वचन से बातें करना है. ഞാനത് ശിരസാ വഹിച്ചു. मैं अपने ऊपर वो ले लिया है. സ്തോത്രം. ഇങ്ങനെ കിട്ടുന്ന വലിയ നല്ല സമയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ऐसा मिलते हुए सबसे बड़ी बातों के लिए मैं परमेश्वर को धन्यवाद करता हूँ. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹോസ്റ്റായിരിക്കുന്ന പ്രിയ തോമസ് പാസ്റ്റർ എന്റെ മെസ്സേജ് വിവർത്തനം ചെയ്തിരുന്ന പാസ്റ്റർ ജോയി, സൂര്യനാരായൺ പാസ്റ്റർ, രാജു പി നായർ പാസ്റ്റർ, മറ്റ് എന്നോടൊപ്പം കർത്തൃപേരിലായിരിക്കും എല്ലാ ദൈവദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. आज सुबह इस सभा का संचालन करने वाला थॉमसन पास्टर और अनुवाद करने वाला जॉय पास्टर और राजू पास्टर और सूर्य ग्रहण पास्टर और मेरे साथ सेवकाई में शामिल होते हुए सारे प्रभु के दास लोगों को और दासी लोगों को धन्यवाद देता हूँ. ബെന്നിന്റെ പാട്ട് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. इनके गीत सुनने के समय बहुत आनंद हुआ है. കാരണം പഴയ പാട്ടുകൾ ഇങ്ങനെ ഹിന്ദിയില് താൻ ഉണ്ടാക്കുന്നതാണോ അതോ ഇത് വിവർത്തനം ചെയ്തു വെച്ചേക്കുവാന്നൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ആ പാട്ടിനകത്ത് ആത്മീയ ചൈതന്യമുണ്ട്. जो जूना गीत है उसको अगर हिंदी में जैसा ट्रांसलेशन करके गीत गाता है, अनुवाद करके उसने खुद बनाते हैं क्या, जो पहले के है क्या मालूम नहीं, लेकिन वो जो गीतों को सुनने के समय बहुत आनंद होता है. ഇതെല്ലാം ദൈവം കൊടുത്ത ഒരു കൃപകളാണ്. ये सब परमेश्वर दिया हुआ दान है. പ്രൈസ് ദി ലോർഡ്. आमीन. പാസ്റ്റർ ബെന്നിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. दास बन को परमेश्वर बहुत आई से आशीष करे. നമ്മുടെ സൊമീറ്റിങ്ങില് നമ്മൾ ഒരുമിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിൽ ഇവിടെയാക്കിയല്ലോ. राज्य के विभिन्न देशों से, विभिन्न राज्यों से यीशु मीटिंग में शामिल होने के लिए परमेश्वर ने हमें अवसर दिया है. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൽ ഇളക്കം തട്ടിയിട്ടുണ്ട്. परमेश्वर के लोग प्रार्थना करते रहने के समय राज्य को परमेश्वर हिलाएंगे. ദൈവം ശരിയായ നിലയിൽ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. परमेश्वर उसको बराबर जगह में ले जा रहा है. എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. सभी बातों को बोलना नहीं चाहता हूँ. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 44-ാം അധ്യായം അതിന്റെ 52 വരെയുള്ള വേദവാക്യങ്ങൾ അല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വേദവാക്യങ്ങൾ നമുക്ക് അല്പമായി ഒന്ന് ചിന്തിക്കാം. आज के वचन का मनन के लिए मत्ती का सुसमाचार 13वां अध्याय उसके 43 आयत से लेके 52 वचन तक हम पढ़ेंगे. നമ്മുടെ ആ ഭാഗം ഒന്ന് വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടെത്തി മറച്ചു വെച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രത്തിൽ ശേഖരിച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ യുഗാവസാനത്തിൽ സംഭവിക്കും. ദുഷ്ടന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ കർത്താവേ എന്ന് പറഞ്ഞു.
അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യന്മാരായിത്തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകും എന്ന് പറഞ്ഞു. यहाँ पर परमेश्वर के वचन कहता है, स्वर्ग का राज्य खेत में छिपे हुए धन के समान है, जिसे किसी मनुष्य ने पाकर छिपा दिया और मारे आनंद जाकर और अपना सब कुछ बेचकर उस खेत को मोल लिया है। फिर स्वर्ग का राज्य एक व्यापारी के समान है, जो अच्छे मोतियों को खोज में था। जब उसे एक बहुमूल्य मोती मिला तो उसने जाकर अपना सब कुछ बेच डाला और उसे मोल लिया है। फिर स्वर्ग का राज्य उस बड़े जाल के समान है, जो समुद्र में डाला गया और हर प्रकार के मछलियों को समेट लिया है, और जब भर गया तो उसको किनारे पर खींच लाए है और बैठकर अच्छी अच्छी तो बर्तनों में इकट्ठा किया और निकम्मे फेंक दिया है। जगत के अंत में ऐसा ही होगा। स्वर्ग दूत आकर दुष्टों को धर्मियों से अलग करेगा, उन्हें आग के कुंड में डालेंगे। वहां रोना और दांत पीसना होगा। क्या तुम ये सब बातें समझे हैं? उन्होंने उससे कहा, हाँ। उसने उनसे कहा, इसलिए हर एक शास्त्री जो स्वर्ग राज्य का चेला बना है उस गृहस्थ के समान है, जो अपने भंडार से नई पुरानी वस्तुएं निकालता है। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. यहाँ पर हम जो देखते हैं कि स्वर्ग राज्य का जो महिमा के बारे में, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിൽ വന്ന സമയം മുതൽ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത്. हमारा जो धन्य प्रभु यीशु मसीह इस दुनिया में आने का समय में हर वक्त वह स्वर्ग राज्य के महत्व के बारे में वर्णन करता है। അവന്റെ ജനനത്തിൽ സ്വർഗം തുറന്നു. उनके जन्म के समय स्वर्ग खुला है। നമ്മുടെ കർത്താവായ യേശു സ്നാനത്തിൽ സ്വർഗം തുറന്നു. यीशु मसीह के बपतिस्मा के समय भी स्वर्ग खुला है। കഷ്ടാനുഭവങ്ങളുടെ അവസാന സമയത്തും സ്വർഗം തുറന്നു. उनका जो पीड़ा उठा रखा था उसके आखिरी समयों में भी स्वर्ग खुल गया है। അവസാനമായി സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗം തുറന്നു. आखिरी में जब यीशु मसीह स्वर्गारोहण करने के समय भी स्वर्ग खुल गया। കാരണം സ്വർഗത്തുനിന്ന് വന്നവനാകയാൽ തന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ ജനവും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. क्योंकि स्वर्ग छोड़कर इस जगत में आया हुआ, अपना लहू का मोल देकर सभी को खरीदा हुआ परमेश्वर यीशु मसीह का यही इच्छा है कि हम सभी लोग भी स्वर्ग राज्य में जाना है। തന്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം തന്നോടൊപ്പം കൂടിയ ശിഷ്യന്മാരെ സ്വർഗരാജ്യത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചും സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെ കുറിച്ചും വെളിപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. यीशु मसीह के पहाड़ी उपदेशों के बाद अपने चेलों को इकट्ठा करके स्वर्ग राज्य के बारे में, स्वर्ग राज्य के महिमा के बारे में यीशु मसीह अपने चेलों को सिखा रहा था। അതുകൊണ്ടാണ് നാമും ഈ സ്വർഗരാജ്യത്തിന്റെ മഹത്വം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മഹത്വകരമായ ജീവിതം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് നമ്മളും അടുത്ത് വരുവാനിടയായത്. इसलिए हम भी इस स्वर्ग राज्य का महिमा को बारे में जानकारी पाया है। इसी कारण इस परमेश्वर के वचन के द्वारा परमेश्वर के निकट आने के लिए हमें अवसर मिला है। ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ചില പ്രത്യേകതകൾ ഇവിടെ വെളിപ്പെടുത്തുന്നു. यहाँ पर पढ़ने के समय हमको यही समझा देता है कि स्वर्ग राज्य में प्रवेश करने के लिए कई सारे कामों को हम देखना पड़ेंगे। മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ അവസാന വാക്യം വരെ നമ്മൾ പഠിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും.
मत्ती का सुसमाचार 13वां अध्याय उसके पहले आयत से लेके आखिरी आयत तक हम पढ़ेगा तो स्वर्ग राज्य के महत्व के बारे में, महिमा के बारे में वहां वर्णन किया गया है। ഈ സ്വർഗരാജ്യം എന്ന് ജനത്തിന്റെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കുവാൻ കാരണം ന്യായപ്രമാണം എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കുന്നു. അതിനപ്പുറമാണ് സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്ന് കർത്താവ് ജനത്തെ പഠിപ്പിക്കുക. स्वर्ग राज्य के बारे में यीशु मसीह इसलिए सिखा रहा है कि इसराइलियों के हृदयों में उनके अंदर जो व्यवस्था के बारे में जो चिंता है, व्यवस्था उनका हृदय में बैठा है, लेकिन स्वर्ग राज्य और व्यवस्था से भी बढ़कर है करके उन्हें समझाने के लिए यीशु मसीह कहते हैं। നമ്മുടെ ഹൃദയത്തിലും അങ്ങനെയാണല്ലോ. हमारे हृदयों में भी ऐसा ही है. നമ്മൾ വിട്ടുവന്ന ജാതി, നമ്മൾ വിട്ടുവന്ന സമൂഹം, നമ്മൾ വിട്ടുവന്ന പാരമ്പര്യം, നമ്മളെ വിട്ടുവന്നതായ പലവിധ അതെ കുടുംബപരമായും മതപരമായും ജാതിപരമായുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അതെ ചേരുന്ന ചില അനുഭവങ്ങൾ നമുക്കുണ്ട്. क्योंकि हमारे जीवन में भी ऐसा है, हम छोड़ के आया हुआ समाज, हम छोड़ के आया हुआ जाति, हम छोड़ के आया हुआ कुल, हमारा जो आत्मिक रीति से हो और जो शारीरिक रीति से हो, हम पहले जो रहते थे जातियों के बंधनों में, उसी अवस्था कई बार हमारे जीवन में वापस आते हैं. നാം ജാതികളോടും മറ്റുള്ളവരോട് കൂടി ഇടകലരുകയല്ല, നാം വേർപെട്ടവരെന്ന് അവരെ നടുവിൽ വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. हम जातियों के साथ मिलजुल के रहने के लिए नहीं है, हम उनसे अलगदाही हो गया है, उनसे हम अलग लोग है करके उन्हें प्रकट करना जरूरी है. ഇതാ ജാതികളുടെ ഇടയിൽ എണ്ണപ്പെടാത്തവരെന്നാണ് അതേ ബിലെയാം പ്രവചിച്ചത്. हमें जो बिलेयाम ने ऐसा भविष्यवाणी किया गया है कि ये जातियों के साथ नहीं गिना जाता है. അതാണ് വേർപെട്ട ജനം. वो है अलगदाई होके रहने वाला लोग. പ്രൈസ് ദി ലോർഡ്. അതെ കർത്താവായ യേശു ക്രിസ്തു ദൈവവചനം ശക്തമായി പഠിപ്പിക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു കാര്യം കാണുന്നുണ്ട്. അതെ പുളിച്ച മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. जो प्रभु यीशु मसीह अपने स्वर्ग राज्य के बारे में चेलों को समझाने के समय खमीर आटा के बारे में यहाँ कहते हैं. സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് ആരെങ്കിലും വായിച്ചൊന്ന് സഹായിക്കണമേ. मत्ती का सुसमाचार उसका 13वां अध्याय उसका 32 आयत 33 आयत जरा पढ़ेंगे. 33. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. उसने एक और दृष्टांत उन्हें सुनाया कि स्वर्ग का राज्य खमीर के समान है, जिसे किसी स्त्री ने लेकर 3 पसेरी आटे में मिला दिया है. അപ്പം നമുക്കറിയാം ഒരു മാവ് അത് പുളിച്ചെങ്കിൽ മാത്രമേ അത് സ്വാദിഷ്ടമാകൂ എന്നുള്ളത് പാചകം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. हम जानते हैं कि जो हम आटा बना के रखा है वो खमीर हो जाएगा तो उसका स्वाद बढ़ जाता है करके खाना बनाने वाला सभी को जानते हैं. എന്നാൽ സ്വർഗരാജ്യത്തിൽ അതിന്റെ പുളിപ്പിന്റെ ആവശ്യമില്ല. लेकिन स्वर्ग राज्य में उस खमीर की जरूरत नहीं है. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ പുളിപ്പിന്റെ ഉപദേശം കയറിയിരിക്കുക. आज आत्मिक वातावरण में ये खमीर के जो अवस्था फैल गया है. ആ ഒരു സ്ത്രീയെ ഒരു 3 പറ മാവിന്മേൽ ആ പുളിച്ച മാവ് ഒഴിച്ചു. क्योंकि ये स्त्री ने ये खमीर को लेकर 3 पसेरी आटे में मिला दिया. ആ മാവ് മുഴുവനും പുളിച്ചു. वो सब में खमीर हो गया है. അതെ അതിന്റെ അർത്ഥം ആ മാവ് അശുദ്ധമായി നാം മനസ്സിലാക്കണം. हमें इसके मतलब ये है कि वो आटा पूरा जो अशुद्ध बन गया है. ദൈവരാജ്യത്തിൽ നിന്റെ പുളിപ്പ് ആവശ്യമില്ല. परमेश्वर के राज्य में तेरा खमीर का जरूरत नहीं है. നിന്റെ കയ്യിലിരിക്കുന്ന വചനത്തിൽ നിന്റെ ഹൃദയത്തിൽ വരുന്ന പുളിപ്പ് ആവശ്യമില്ല. हमें तुम्हें मिला हुआ जो वचन है उसमें तुम्हारे हृदय में ये खमीर नहीं होना है. ഇന്ന് നമ്മുടെ ആരാധനയില് അത് പ്രകടമായിക്കൊണ്ടിരിക്കുക. പുളിപ്പ് പ്രകടമായിക്കൊണ്ടിരിക്കുക.
आजकल का आराधना में ये प्रकट हो रहा है, ये आमे कमीर के अवस्था। ഇന്ന് വചനത്തിനുള്ള വചന ശുശ്രൂഷയ്ക്കുള്ള സമയം വളരെ കുറച്ചിരിക്കുകയാണ്. क्योंकि वचन का सेवकाई का समय बहुत कम कर दिया है. 15 മിനിറ്റ് 20 മിനിറ്റ് 10 മിനിറ്റിൽ ഒതുങ്ങി നിർത്തുന്ന വചന ശുശ്രൂഷ കൊണ്ട് വിശ്വാസിക്ക് ഒരു നന്മയും വരാൻ പോകുന്നില്ല. क्योंकि 10 मिनट 15 मिनट 20 मिनट में आधा घंटा में ऐसा जो वचन का कम कर दिया है, वो वचन कम करने से विश्वासियों को कुछ फायदा नहीं होता है. ബാക്കി മൊത്തം പാട്ടും കൂത്തും ചെണ്ടയടി മേളമാണ്. ആ പുളിപ്പ് സഭയിൽ നിന്ന് മാറ്റണം. बाकी समय पूरा जो ढोल बजाता है और नाचता है, गीत गाता है और मजाक करता है, वो मजाक आमेन करते हुए उस कमीर कलीसिया के अंदर से दूर हटाना. വചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കണം. वचन का सेवकाई के लिए समय निकालना है. ഇന്ന് വചനം കേൾക്കാൻ ജനത്തിന് ആഗ്രഹമുള്ള ഒരു സമയമില്ല. आजकल वचन को सुनने के लिए लोगों को समय नहीं है. അതെ, ഇന്ന് ന്യൂ ജനറേഷൻ സഭകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. आज हमें जो न्यू जनरेशन नया जो लोगों की जो कलीसिया है बढ़ रहा है. അതിന്റെ പുറകെ നാം പോകരുത്. पीछे पीछे हम नहीं जाना है. നാം വചനപ്രകാരം പോകണം. हम परमेश्वर के वचन के अनुसार जाना है. യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വചനത്തിന്റെ വിശുദ്ധിയോ ആരാധനയുടെ വിശുദ്ധിയോ അറിയത്തില്ല. जो जवानी बच्चे लोग है उनको वचन का पवित्रता आई और आराधना का पवित्रता आई वो नहीं जानते हैं. എന്നാൽ വചനം പറയുന്നു പുളിച്ച മാവ് അത് മറ്റുള്ള മാവിനോട് ചേർത്ത് അതും പുളിക്കുവാനിടയായി. वचन कहता है जो कमीर को लेकर दूसरा आटा के साथ मिला देता है वो भी कमीर बन जाता है. അടുത്തത് കളയുടെ ഉപദേശമാണ്. दूसरा है जो जंगली झाड़ों का उपदेश है. ഞാൻ ആ ഭാഗങ്ങളെല്ലാം നമ്മുടെ വിഷയത്തിൽ മടങ്ങി വരണമല്ലോ. मैं उस वचन की ओर नहीं जाना चाहता हूँ, हमारा विषय की ओर हम आएंगे. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. यहाँ पर कहता है कि स्वर्ग के राज्य जो हमें खेत में छिपे हुए धन के समान है. പഴയ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ അത് ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. അവർ കിടക്കുന്ന മുറിയിൽ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്ത് കുടമോ വഞ്ചിയുള്ള സാധനങ്ങളോ അതെ കുഴിച്ചിട്ട് അതിൽ അവരൊരു നിധി അവരുടെ വരുമാനത്തുനിന്ന് ഒരു ഭാഗം നിക്ഷേപിക്കുക പതിവാണ്. जो पहले समय में हमारा जो बाप दादों के समय में ऐसा किया जाता है कि उन्होंने जब जो विश्राम करते हुए कमरा के अंदर वो कमरा के कोना में एक गड्ढा खोदकर एक मटका या ऐसा वाला कुछ बर्तन को उसके अंदर रखे और उसने उसमें जो कमाते हुए जो संपत्ति है धन है वो उसमें से थोड़ा निकाल कर उस मटका के अंदर डाल के बंद करके रखता था. ഇതുപോലെ യഹൂദന്മാരുടെ ഇടയിലും ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു. यहूदी लोगों के बीच में भी ये काम करते जाता था. അതുകൊണ്ടാണല്ലോ യജമാനൻ ദൂരദേശത്ത് പോയപ്പോൾ അതേ ദ്രഹ്മ കൊടുത്തവൻ 5 കൊടുത്തവൻ 5 കുടങ്ങൾ നേടി, 2 കൊടുത്തവൻ 2 കുട നേടി, 1 കൊടുത്തവൻ അതെ കുഴിച്ചിട്ടു എന്ന് കാണുന്നല്ലോ. हमें इसलिए परमेश्वर के वचन में कहता है जो मालिक दूर देश में जाने के समय अपने सेवकों को बुलाकर एक को 5 हमें सिक्का दिया, उसने और 5 कमाया. एक को 2 दिया है, उसने और 2 कमाया, लेकिन एक दिया हुआ व्यक्ति ने वो गड्ढा खोद के उसने छुपा के रखा है. കുഴിച്ചിടുന്നത് പരിപാടി അന്നുമുണ്ട്. जो ऐसा गाड़ के रखने का जो स्वभाव है पहले समय में भी था. ഇന്നും ആത്മീയ മണ്ഡലത്തിൽ ശുശ്രൂഷ മണ്ഡലത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച പല നന്മകളും പല കൃപാവരങ്ങളും പല ശുശ്രൂഷകളും കുഴിച്ചിട്ടിട്ടിരിക്കുന്നവരാണ് അനേക വിശ്വാസി ശുശ്രൂഷക വൃന്ദങ്ങൾ. आज के समय में भी जो हमें उन्हें परमेश्वर दिया हुआ कई सारे वरदान है, कई सारे जो परमेश्वर दिया हुआ आशीषों का है, उन्होंने हमें ऐसा गड्ढा खोद के गाड़ दिया हुआ अवस्था में है. आज के सेवक लोगों में और विश्वासी लोगों में कई सारे लोग. അതെ, ഇന്ന് ഈ സൂം മീറ്റിംഗിൽ ഏതാണ്ട് 51 ഡിവൈസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് തന്ന ആ കൃപാവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു?
आज हमारा इस रूम में हमें 51 लोग जमा हुआ है। मैं आप लोगों से ये कहना चाहता हूँ, ये पूछना चाहता हूँ, आपको परमेश्वर दिया हुआ जो वरदान है, आप उसको क्या किया है, या गाड़ के डाला हुआ अवस्था में है क्या? അതെ, എനിക്ക് ലഭിച്ചത് ഞാൻ കുഴിച്ചിട്ടു. मुझे मिला हुआ मैं गाड़ दिया है। അത് കണ്ടെത്തുന്ന ചിലരുണ്ട്. हमें उसको ढूंढ के निकालने वाला कुछ लोग हैं। ഈ ദിവസങ്ങൾ നമുക്ക് ലഭിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. इन दिनों में हमारे पास जो मिला हुआ उसको हम खो दिया है, तो हम इन दिनों में उसको ढूंढ के निकालना जरूरी है। അതിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. उसका महिमा हम जानना जरूरी है। അതിന്റെ ആ വില നാം മനസ്സിലാക്കണം. उसकी कीमत क्या है करके हम जानना जरूरी है। അതെ, ഈ നിധിക്ക് വലിയ വിലയുണ്ട്. ഭൂമിയിൽ ആർക്കും ഇതിന് വില കൊടുത്തു തീർക്കുവാൻ കഴിയത്തില്ല. हमें इस धन बहुत कीमती है, ये दुनिया का कोई भी उसमें वो कीमत कर नहीं चुका है। ഒരു മനുഷ്യൻ ഇത് കണ്ടെത്തി അവൻ ആ നിധിയുടെ മഹത്വം കണ്ട് സന്തോഷിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. यहाँ पर हम देखते हैं कि एक मनुष्य ने वो छिपा हुआ उस धन को देखा है, उसका महिमा को उसने देखा है। നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധി വന്ന് കുത്തിയിരുന്ന് കരയുന്നത്, പ്രാർത്ഥിക്കുന്നത് ഈ നിധിയുടെ മഹത്വം കണ്ടിട്ടാണ്. अब हर एक लोग सुबह के समय उड़ के आके इस प्लेटफॉर्म में बैठ के जो प्रार्थना करता है, रोता है, परमेश्वर को आराधना करता है, इस धन का महिमा को हम जानते हैं। इसलिए ഓരോ ദിവസം കഴിയുന്തോറും ഈ നിധി തെളിഞ്ഞ് തെളിഞ്ഞ് ശോഭയുള്ളതായി വന്നുകൊണ്ടിരിക്കുകയാണ്. एक एक दिन बढ़ते बढ़ते ये धन है और जो प्रकट हो जाता है, उनका शोभा बढ़ते जाता है। നമ്മുടെ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ അതേ ദൃഢപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. स्वर्ग राज्य के बारे में हमारा जो आशा है वो और बलवंत होती जाती है। അതുകൊണ്ടാണ് കഷ്ടങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും ദുഃഖം വന്നാലും നിരാശ വന്നാലും ഭാരം വന്നാലും രോഗം വന്നാലും അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ദൈവസ്ഥ മുട്ടുമടക്കുന്നത് ഈ നിധിയുടെ മഹത്വമേറിയ അനുഭവം പ്രാപിച്ചിട്ടാണ്. इसीलिए हमारे जीवन में दुख आए, कष्ट आए, जैसा अकेलापन आए, गरीबीपन आए, जो कुछ नुकसान हुए, जो कुछ समस्या आए, वो सब कुछ हम छोड़कर उस धन के महिमा को हम जो देखा है, इसी कारण इसमें हम आगे बढ़ते हैं। സ്വർഗരാജ്യത്തിന്റെ മഹത്വം കണ്ടവർ ഈ സ്വർഗരാജ്യത്തിൽ അനുഭവം വിട്ടു പോകത്തില്ല. स्वर्ग राज्य का महिमा जो प्राप्त किया है, जो देखा है, वो व्यक्ति ये स्वर्ग राज्य का महिमा छोड़ के कभी नहीं जाएंगे। നിന്നെ കണ്ടവർ ഒരിക്കലും വിട്ടുപോകത്തില്ല എന്ന് ഭക്തൻ പാടിയത് ഇങ്ങനെ അതുകൊണ്ടാണ്. हमें एक भक्त ने ऐसा गीत गाया है, तुम्हें देखा हुआ कोई तुम्हें छोड़ के नहीं जाएंगे। നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നും വരികയില്ല. हमें तुम्हें देखने वाले लोगों को फिर से ये दुख नहीं आएंगे। ശിഷ്യന്മാർ ചോദിച്ചു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? तेरे लोग यीशु मसीह से पूछा है कि हम आपको छोड़ के कहाँ जाएंगे? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. अनंतकाल का जीवन का जो वचन तेरे ही मुंह में है। ഈ മഹത്വമുള്ളതായ നിധി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടരുത്. ये महिमा का धन हमारे जीवन से नष्ट नहीं होना है। Praise the Lord. Hallelujah. Amen. Hallelujah. കഴിയുന്തോറും ശോഭയുള്ളതായി വന്നുകൊണ്ടിരിക്കുകയാണ്. हमें दिन बढ़ते ही एकदम शोभायमान होते जाएंगे। ഇതിന്റെ മഹത്വം കണ്ടവർ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടത് മൊത്തം നഷ്ടപ്പെടുത്തും. आमेन। इसके महिमा जो प्राप्त किया है, वो व्यक्ति अपने जीवन का बाकी सब खो देंगे। Praise the Lord. ഈ ഭൂമിയിലൊന്നും ഈ നിധിയുടെ മുൻപിൽ വലുതല്ല. आमेन। ये धन हमें दुनिया का कुछ हमें जो आशीष धन है उससे बड़ा नहीं है। ഈ ഡിവൈസിൽ ആരോ सुल्तान सुल्तान जी आप म्यूट करना है। सुल्तान अमेठी से म्यूट करना है आप। Praise the Lord. അതെ, ഈ മഹത്വമുള്ള സ്വർഗരാജ്യത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് അതിനേക്കാൾ വലുതൊന്നില്ല. हमें स्वर्ग राज्य का जो महिमा आमेन अगर कोई देखा है, इससे आमेन वो कभी वो खोएगा नहीं और नष्ट नहीं करेंगे। Praise the Lord. തനിക്കുള്ളതെല്ലാം വിറ്റു. जो उनके पास जो कुछ है सब कुछ वो बेच डाला है।
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ വിട്ടു, പാരമ്പര്യത്തെ വിട്ടു, സ്വന്തക്കാരെ വിട്ടു, മിത്രാദികളെ വിട്ടു, നാം കൂടിയ സമുദായം വിട്ടു, സമൂഹം വിട്ടു. എന്തിനു വേണ്ടി? ഈ സ്വർഗീയ സന്തോഷം കണ്ടപ്പോൾ, സ്വർഗീയ അനുഭവം കണ്ടപ്പോൾ നാം ഇതെല്ലാം വിട്ടു. आमीन। हमारे जीवन में हमारा जो परंपरा को छोड़ा है, हमारा माँ बाप, हमारा जो कुछ हमारे पास था, वो सब कुछ हम छोड़ के इसमें आया है। क्यों छोड़ दिया है? ये धन के महिमा को हम देखा है, उसको हम पाया है। തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ ഒരു നിധിയിരിക്കുന്ന വയൽ വാങ്ങി. हमें उस व्यक्ति ने उनके पास जो कुछ धन संपत्ति या खेतियां था, सब कुछ उसने बेच डाला और इस हमें खेती को वो मोती रखा हुआ, जो धन रखा हुआ खेती को मोल लिया। വയല് വാങ്ങിയാൽ നിധിയും കിട്ടും. हमें अगर वो खेत को खरीदेगा तो उसका धन भी मिलेंगे। ഈ വയലിന്റെ വില ആ നേരത്തെ ഉടമസ്ഥന് അറിയത്തില്ല. जो व्यक्ति के पास एक खेत था, उसको एक खेती का कीमत मालूम नहीं था। ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഈ സന്തോഷം അറിയാൻ പറ്റൂ. ये अनुभव किया है उनको केवल इस खुशी के बारे में मालूम है। Praise the Lord. आमीन। ചില ബുദ്ധിമാന്മാർ വന്ന് ചോദിക്കും, നീ എന്തിനാ നിന്റെ മനോഹരമായ റോഡ് സൈഡിലെ ഈ വസ്തു വിറ്റിട്ട് ആ കാട് പിടിച്ച് കിടക്കുന്ന ചള്ളക്കുഴി വാങ്ങിച്ചെന്ന് ചിലർ ചോദിച്ചിരിക്കും. कुछ लोग उनसे पूछा होगा, ये रोड के किनारे का इतना अच्छा जो जमीन है, क्यों तुम बेच डाला है? बेच के ये जो जंगल में पड़ा हुआ, जंगल होके पड़ा हुआ ये कीचड़ का जमीन तुम क्यों खरीदा है? ആ കിച്ചടുന്ന സ്ഥലത്ത് ഒരു മഹത്വമുണ്ടെന്നുള്ളത് അന്നിതി കണ്ടവന് മാത്രമേ അറിയാൻ പറ്റൂ. आमीन। उस कीचड़ के अंदर एक महिमा छिपा हुआ है, वो केवल देखा हुआ लोग ही जानते हैं। ലോകം ചോദിക്കും, നിനക്കൊരു സമുദായമുണ്ട്, നിന്റെ പിതാക്കന്മാരെ അടക്കിയിടമുണ്ട്, നിന്റെ സഹോദരങ്ങളുണ്ട്, നിന്റെ ചർച്ചക്കാരുണ്ട്, നീ ഇതെല്ലാം എന്തിനുപേക്ഷിച്ചു? അവിടെ ചെന്നാൽ അടക്കാൻ ഇടമുണ്ടോ? ചള്ളക്കുഴിയല്ലേ എന്ന് ചോദിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. आमीन। जो कई लोग हमसे ऐसा पूछा हुआ समय है कि हमें तुम्हारा जो पिता लोगों के जो परंपरा है, हमें तुम्हारे एक समाज था और तुम्हारा भाई बहन लोग है और तुम्हें जैसा मरेगा तो गाड़ने के लिए अच्छा जगह था, ये सब कुछ तुम्हारे पास था, ये सब कुछ छोड़ के तुम क्यों उसमें गया है? वहां पर जो तुम्हें गाड़ने के लिए जगह भी नहीं है, कीचड़ के जगह में लेके जाके गाड़ता है, वैसा ही सब बोलने वाला समय था। മനോഹരമായ പള്ളിയുണ്ട്, अच्छा सुंदर चर्च जो चर्च है, അതിന്റെ ഫ്രണ്ടിലെ മുകുടത്തിൽ എത്ര കുരിശാദിക്കുന്നത്. हाँ उसके ऊपर जितने सारे जो क्रूस रखा है। ഞാൻ ജനിച്ച സമയത്ത് തന്നെ മാമോദീസ മുഖ്യ പള്ളിയുടെ ആ കുരിശ് പൊങ്ങി നിൽക്കുന്ന കണ്ടോ എന്നൊക്കെ ലോകം ചോദിക്കുമ്പോ വീണ്ടെടുക്കപ്പെട്ട ദൈവം പറയാൻ കഴിയും, ആ കുരിശല്ല എനിക്ക് ആവശ്യം, ആ മാമോദീസപ്പെട്ട പള്ളിയല്ല എനിക്ക് ആവശ്യം, എനിക്ക് ആവശ്യം നിത്യതയാണ്. आमीन। जैसा देखो तुम्हें जब बचपन में बपतिस्मा दिया हुआ वो चर्च है, उसका क्रोस इतना महान है, वो इतना बड़ा चर्च है, वो तुम छोड़ के क्यों गया करके पूछे हो तो आमीन ये बोलना है, तुम्हें जो जहां पर तुम बढ़ के आया हुआ वो चर्च नहीं है, उससे बढ़कर मुझे स्वर्ग राज्य बड़ा है। ഈ ചള്ളക്കുഴി നിറഞ്ഞ ചെളി നിറഞ്ഞ ഈ വയല് ഇത്രയും വിലയ്ക്ക് അവനുള്ള എല്ലാ സകലതും വിറ്റു ഇത് വാങ്ങുവാൻ അവന് അത് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന് ലോകം ചോദിച്ചാൽ അവൻ ഒന്നറിയാൻ ഒരു രഹസ്യം അതിനകത്തുണ്ട്. നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്, ഒരു നിധി അതിനകത്തുണ്ട്, വിലയേറിയ നിധി അവിടെ ഉണ്ട്. आमीन। अगर लोग पूछेंगे इतना जो सब कुछ बेच डाला है, तुम्हारे पास जो था पूरी चीजों को तुम बेच के ये कीचड़ से भरा हुआ खेत खरीदने का कारण क्या है करके पूछेगा तो उनको मालूम नहीं है, लेकिन उसके अंदर छिपा हुआ एक धन जो पाया है, उन्हीं बोलेंगे ये है मेरे लिए महत्वपूर्ण। കൃപയാൽ ഈ വലിയ സന്തോഷം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം ഈ ലോകത്തിൽ ഏതുമില്ല എന്നെണ്ണുവാൻ കാരണമായത്. आमीन। अनुग्रह के द्वारा ही हमें इस दुनिया में जो ऐसा गिना गया है कि हम दुनिया में कोई भी नहीं है, कुछ नहीं है। അടുത്തത് വയലിൽ നിന്നതൊരു വേലക്കാരനായിരിക്കാം.
और वो खेती का एक खेती में काम करने वाला एक व्यक्ति हो सकता है। ഉടമസ്ഥൻ അറിയത്തില്ല വയലിലെ എല്ലാ ഭാഗവും കിളച്ച് മറിച്ചും തിരിച്ചും ചവിട്ടിയും അതെ കൃഷിക്ക് പാകമാക്കുമ്പോൾ അവന്റെ കണ്ണിൽപ്പെട്ട ഒരു സംഭവം അവൻ മറച്ചു വെച്ചു. और कहता है कि यहाँ पर एक वहां पर काम करने वाला एक व्यक्ति होगा क्योंकि वो खेती का मट्टी सब नीचे का ऊपर करके उसमें लात मार के उसका जो साफ सफाई करके उसको खेती लगाने का जो तैयार करता है वो व्यक्ति होगा। ऐसा करने के समय उन्हें वो धन मिला है, उसने वहां पर छुपा दिया। അവന് യജമാനോടൊന്നും പറഞ്ഞില്ല, വയലിന്റെ ഉടമസ്ഥനോടൊന്നും പറഞ്ഞില്ല. वो अपने मालिक से ये बातें नहीं बताया, वो छुपा के रखा। അവൻ യജമാനോട് ചോദിച്ചു വയൽ കൊടുക്കുന്നു എന്ന് ചോദിച്ചു. उसने उस मालिक से पूछा आपका खेत बेचते हैं क्या? ആ യജമാൻ പറഞ്ഞു കൊടുക്കാൻ പോവുക. मालिक ने बोला चलो हम बेचेंगे। അപ്പോ അവൻ ചിന്തിച്ചു ഇത് ഈ രഹസ്യ വയലിലുള്ള കാലത്തോളം എനിക്ക് നഷ്ടം വരത്തില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ വിൽക്കുകയാണ്. अब उसको मालूम पड़ा है इस धन इस खेती में छिपा हुआ है, जब तक वहां ऐसा रहेगा तो मैं सब कुछ बेच डालेगा तो भी मुझे नष्ट नहीं होगा। നമുക്ക് സകലം നഷ്ടമായാലും നിത്യമായി ഒന്ന് സ്വർഗത്തിൽ നമുക്ക് हमें सब कुछ नष्ट हो जाएगा तो भी हमें अनंतता में जो स्वर्ग में सब कुछ हमें प्राप्त कर सकता है। അവൻ തനിക്ക് അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, തനിക്കുള്ള ഈ സകലതും വിറ്റു. वो मुझे बहुत सोचने के लिए दिया हुआ बात है, उसने अपने सब कुछ बेच डाला। അതിന്റെ അർത്ഥം ഈ നിധിയുള്ള വയൽ സ്വന്തമായാൽ ഇനി മറ്റൊന്നും വേണ്ട. इसके मतलब यह है कि ये धन छिपा हुआ खेत मिला है तो और कुछ भी नहीं चाहिए। അതുകൊണ്ട് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, നമുക്ക് നഷ്ടമായതെല്ലാം ലാഭമാക്കി തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. इस मीट में जो जुड़ा हुआ सभी लोगों से मैं ये कहना चाहता हूँ कि हमारे लिए जो कुछ हम नष्ट हो गया है वो सब कुछ हमारे लिए लाभ हो जाए, അതിനേക്കാൾ മേന്മയായി നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. क्योंकि जो कुछ हमारे लिए नष्ट हुआ है उससे भी बहुत महत्वपूर्ण हम प्राप्त करने वाला है। അടുത്ത സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. फिर स्वर्ग का राज्य एक व्यापारी के समान है जो अच्छे मोतियों की खोज में है। അതെ, ഡയമണ്ട് ബിസിനസ്, जो डायमंड का बिजनेस करता है। അതെ ബിസിനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠമായത് ജനത്തിൽ നിന്ന് വാങ്ങാനുള്ളതാണ്. जो ऐसा जो खरीदारी करता है, जो बिजनेस करता है, वो हमें हमेशा लोगों से ऐसा जो चीजों को खरीदने के लिए कोशिश करते हैं। ജനത്തിന് കൊടുക്കുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വാങ്ങിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും. लोगों को देता है जो नकली देता है, लेकिन वो खरीदेगा तो उसका ओरिजिनली खरीदे। അതാണല്ലോ ഒരു വ്യാപാരം. वो है एक व्यापार बोलेगा। ഒരിക്കലും അവൻ വാങ്ങിക്കുന്ന സാധനം അവൻ വാങ്ങിക്കുന്ന വില താഴ്ത്തി കൊടുക്കാൻ ഒരു വ്യാപാരിയും ആഗ്രഹിക്കുന്നില്ല. कभी भी एक व्यापारी अपना जो खरीदा हुआ जो चीज है उससे कम दाम में वो कभी बेचेगा नहीं। ഈ വിലയേറിയ മുത്ത് അവൻ അന്വേഷിച്ചും കൊണ്ട് നടക്കുക. ये प्रेज़ द लॉर्ड जो कीमत वाला जो अच्छे मोती की वो खोज में थी, അവൻ അന്വേഷിച്ചത് അവന്റെ കൈ കിട്ടി. वो ढूंढा है, उसके हाथों में मिला है। പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധിയിൽ അനവധി കാര്യങ്ങൾ അന്വേഷിച്ചു, അത് നാം ഈ ദിവസങ്ങൾ തേജസ്സോടെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. आमीन। हम भी इन दिनों में परमेश्वर के सामने कई सारी चीजों को खोजा है, लेकिन इन दिनों में हम वो प्राप्त कर रहे हैं। ഈ വിലയേറിയ മുത്തിന്റെ വില അവിടെ നിർണയിക്കപ്പെട്ടിട്ടില്ല. ये जो कीमती जो अच्छे मोती का जो कीमती कितना है करके यहाँ पर नहीं बताया। ആ വയലിൽ ഒളിച്ചു വെച്ച നീതിയുടെ വിലയും എത്രയെന്നൂടെ പറഞ്ഞിട്ടില്ല. उस खेत में छिपा हुआ धन का मूल्य है कितना है करके वहां पर नहीं बताया। ലോകത്തിന് അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ये दुनिया को गिन के हिसाब कर नहीं सकता है। ദൈവവൈലെ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ വലിയ സന്തോഷത്തിന്റെ വില എനിക്ക് നിങ്ങൾക്ക് നിർണയിക്കാൻ കഴിയത്തില്ല. परमेश्वर के बच्चों, हमें मिलने वाला, मुझे और आपको मिलने वाला जो आशीष है, जो धन है, उसका कीमत हम कोई भी गिन नहीं सकता है। പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം.
जो अनगिनत परमेश्वर के वरदानों के लिए परमेश्वर को धन्यवाद। Praise the Lord. അതെ, Amen. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം जैसे बोल के खत्म नहीं होते हुए उतने वरदान നമ്മൾ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മുടെ പക്കൽ എന്തുണ്ടായിരുന്നു, നമുക്ക് എന്തറിയാമായിരുന്നു, നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ? എന്നാൽ ഇറങ്ങി തിരിച്ച സമയം മുതൽ ഇന്ന് വരെയും നാം ഒന്ന് നോക്കിയാൽ എത്ര നന്മകളാൽ അവൻ നമ്മെ നിറച്ചു. परमेश्वर का सेवकाई में उतरने के समय हमारे पास क्या था, हम क्या पाया था, हम क्या लेके आया था, लेकिन कुछ भी नहीं उस समय हमारे पास था। लेकिन सेवकाई में आने के बाद परमेश्वर हमें क्या क्या भलाइयां किया है, क्या क्या आशीषें दिया है, क्या क्या हम प्राप्त कर दिया है। നമ്മുടെ ഓമന സിസ്റ്റർ ഈ ഡിവൈസിലുണ്ട്, डिवेश में है। ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങള് അന്യോന്യം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പറയും, എനിക്ക് കുഞ്ഞുങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോഴും നടക്കത്തില്ല. उसने जब गांव में थे तभी हम लोग आपस में बात करने के समय कहता है जो बच्चों के पास है उन लोग के पास जाने के लिए नहीं हो रहा। ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം. मैं बोलता था हम प्रार्थना करेंगे। പല പ്രാവശ്യം ദൈവദാസി ഇത് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. कई बार परमेश्वर की दासी परमेश्वर के सामने बैठ के रोते हुए मैंने देखा है। അപ്പോഴെല്ലാം ഞാൻ പറയുന്നു, അതേ സിസ്റ്ററെ, ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോടുകൂടെ പാർക്കുവാൻ കഴിയും. मैं उस समय में यही कहता था कि बहन आपका एक समय परमेश्वर नियुक्त किया हुआ एक समय है, उस समय आप बच्चों के साथ रह सकता है। എന്നാൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾ വന്നിട്ട് പറഞ്ഞു, മമ്മി, ഞാൻ ഒരു ദിവസം വിളിച്ചോ പറഞ്ഞു, എന്റെ പേപ്പറെല്ലാം അവർ ശരിയാക്കാൻ പോയിരിക്കുക. एक दिन मैं फोन करने के समय बोला मेरे बच्चे लोग मेरे लिए पेपर सब तैयार करने के लिए गया हुआ है। സ്തോത്രം. എത്രയോ നാളുകൾ കരഞ്ഞ വിഷയത്തിനാണ് ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു കൊടുത്തത്. अनेक दिन परमेश्वर के सामने बैठ के रोया था, प्रार्थना किया था, एक हफ्ता में परमेश्वर सारे काम पूरा कर दिया है। അങ്ങനെ ഒരു വിഷയമല്ല, ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ചില അനുഭവങ്ങൾ പറയാനുണ്ട്. ऐसा एक व्यक्ति का विषय नहीं है, यहाँ पर बैठा हुआ अनेक लोगों को अपना अपना विषय अपना अपना आशीषों के बारे में बोल सकता है। ഓരോ ദിവസം കഴിയുന്നവർ എങ്ങനെയെന്ന് ചോദിച്ച സ്ഥാനത്ത് നന്നായി കാര്യങ്ങളെ ചെയ്ത ദൈവം അതെ തന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുത്തിയതാണ്. एक दिन कैसा जाएगा करके सोचा हुआ समय में परमेश्वर अपना महिमा हमारे जीवन में प्रकट करके हमें आगे बढ़ाया हुआ है। ദൈവരാജ്യം, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. हमें स्वर्ग के राज्य है जो बहुमूल्य मोती को ढूंढा हुआ एक व्यक्ति के समान। ആ മുത്ത് കണ്ടെത്തിയപ്പോൾ, വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ ആ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങി. बहुमूल्य मोती उसे उन्होंने जो पाया है, उन्होंने देखा है, तो उसने जाकर अपना सब कुछ बेच डाला। വയലിൽ വേല ചെയ്യുന്നവൻ അവനുള്ള സകലതും വിറ്റ് ആ വയൽ വാങ്ങി. जो खेती में काम करने वाला व्यक्ति था उसने अपने सब कुछ धन संपत्ति बेचकर उस खेती को खरीदा। മുത്ത് വ്യാപാരി ആ വിലയേറി മുത്ത് കിട്ടിയപ്പോൾ അവൻ അതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തി വിലയേറിയ മുത്ത് വാങ്ങി. ये मोतियों का व्यापारी वैसा किया है, उसने वो देखा है तो अपने सब कुछ उसने बेच डालकर उस मोती को खरीदा। ഈ മഹത്വമുള്ള അതേ സ്വർഗീയ നന്മകൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് നാം നഷ്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ये महिमामय हमें स्वर्गीय धन हम प्राप्त करना है तो हमारे जीवन में कुछ चीजों को हम खोना पड़ेगी। അതേ അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നാലും നമുക്കൊരു പ്രത്യാശയുള്ളത് അല്പം കഴിയുമ്പോൾ അതേ ആ വിലയേറിയ മുത്ത്, ആ വിലയേറി നിധിയിരിക്കുന്ന ആ ഇടം എനിക്ക് സ്വന്തമാകാൻ പോകുകയാ. थोड़ा समय के लिए हमारे पास जो कुछ है हम खो देगा, तो जो हमें छिपा हुआ जो दान है और जो बहुमूल्य मोती है वो हम प्राप्त करने वाला है। ഇന്ന് പകൽക്കാലം ഈ സൂമിറ്റി ഡിവൈസിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് ജീവിതത്തിൽ കഷ്ടമോ നഷ്ടമോ ഭാരമോ എന്തെല്ലാം വന്നാലും അല്പസമയത്തേക്ക് മാത്രം നാം വേദന സഹിച്ചാലും അതിനപ്പുറത്ത് ചിലത് നാം പ്രാപിക്കാൻ പോകുകയാണ്. आमीन। आज ये सुमिति में बैठने वाले लोगों से मैं ये कहना चाहता हूँ कि हमारे जीवन में आने वाला जो दुख है, कष्ट, संकट है, वो थोड़ा समय के लिए है, वो थोड़ा समय हम सहेगा तो हमें उससे बहुमूल्य हमें मिलने वाला। നീ നഷ്ടപ്പെടുത്തുന്നത് അതേ അല്പമെങ്കിലും
വിലയേറിയത് നാം പ്രാപിക്കാൻ പോകുകയാണ്. तुम जो नष्ट करता है तोड़ा है तो और जो बहुत बहुमूल्य और ज्यादा हम प्राप्त करने वाला है. ഈ ഭൂമിയിലെല്ലാം അത് നശ്വരമാണ്. അതിന് സ്വർഗീയമായ നിധിക്ക് വില കൊടുക്കാൻ പറ്റത്തില്ല. എങ്കിലും നാം ഭൂമിയിലെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ സ്വർഗീയമായത് പ്രാപിക്കാൻ കഴിയൂ. यहाँ का सब कुछ हमें नाशवान है. ये नाशवान जो कुछ है हम यहाँ पर वह नष्ट करेगा तो और खो देगा तो वहाँ के जो हम प्राप्त कर सकता है. പിന്നെയും സ്വർഗരാജ്യം കടലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സാദൃശ്യം. फिर स्वर्ग का राज्य उस बड़े जाल के समान है जो समुद्र में डाला गया है. വലയ്ക്കകത്ത് ഇന്ന മീനെ കയറാവുന്നൊന്നും വലയിൽ എഴുതി വെച്ചിട്ടില്ല, മീനിനൊട്ട് അറിയത്തുമില്ല. ये जाल में यही मछलियां चढ़ना है करके जाल में लिखी भी नहीं रखा है, मछलियों को जानता भी नहीं. ഞാൻ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസികളായ ചിലർ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. प्रभु के दास कोल्लम जगह में सेवाई करने के समय वहां के कई सारे विश्वासी लोग मछलियां पकड़ने वाले थे. അതിനെക്കാട്ടി കൂടുതൽ അടുത്തറിയാണ്ട് ഞാൻ ശ്രീലങ്കയിൽ ചെന്നപ്പോഴാണ്. അതിനേക്കാൾ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞ ശ്രീലങ്കയിൽ ചെന്നപ്പോഴാണ്. हाँ, उससे भी ज्यादा मैं करीब पहचान किया है श्रीलंका में जाने के बाद. ആ ബോട്ടിനകത്ത് വലിയ കണ്ണിയുള്ള വലയുണ്ട്, ചെറിയ കണ്ണിയുള്ള വലയുണ്ട്, ഇടത്തരമുള്ളതുണ്ട്. പല വലകൾ അവർ കയറ്റിക്കൊണ്ട് പോവുകയാണ്. हाँ, उस नाव पे देखा हुआ है अलग अलग तरीका का जो जाल लेके जाता है. हमें बड़ा होल छोटा होल ऐसा अलग अलग जालियां लेके जाता है. ഞാൻ അവരോട് ചോദിച്ചോ പറഞ്ഞു, വലിയ മീൻ വന്നാൽ ഈ വല എറിയും, ഇടത്തരം മീൻ വന്നാൽ ഈ വല എറിയും, അത് ചെറിയ മീനാണെങ്കിൽ അതേ ചെറിയ കണ്ണിയുള്ളത് എറിയും. അങ്ങനെയൊക്കെ അവരെന്നെ പഠിപ്പിച്ചു. हाँ, मैं उनसे पूछने के समय उन्होंने मुझे सिखाया बड़े मछलियों के लिए जो बड़ा जाल रखता है और जो छोटे मछलियों के लिए अलग जाल रखता है और जो बीच में का जो मछलियां आएंगे उसके लिए भी अलग जालियां रखता है. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവര് പറയുന്ന പോലെ ഈ നെയ്മീന്, ചേര, കേര, ചൂര ഇങ്ങനെയുള്ള വലിയ മീൻ മാത്രമേ വലിയ വല കയറുള്ളൂ? तो मुझे एक सवाल था, ये बड़ा जो जाल है उसमें केवल बड़ा ही मछलियां हम चढ़ेंगे क्या? അല്ല, എല്ലാം കയറും. नहीं, सब मछलियां उसमें चढ़ेंगी. അതിനെ കൊല്ലത്ത് ചെന്ന് നിന്നാ മതി. വല കയറ്റുമ്പോൾ അതിനകത്ത് ഈ കിച്ചട് മത്സ്യം എന്നും പറഞ്ഞോണ്ട് കയറി. जब कोल्लम जगह में जाके समुद्र के किनारे में जाएगा तो मालूम पड़ेंगे वहां जो मछलियां पकड़ के लेके आता है उनके जाल में जो किचड़ के मछलियां करके कुछ मछलियां भी है. അത് അവർ പറയുന്നത് വളക്കൂട്ട് വന്നെന്നാ പറയുന്നത്. उससे कहता है वो किचड़ के अंदर हो रहते हैं. അതിനകത്ത് നല്ലതെല്ലാം ആൾക്കാർ നുള്ളി പറക്കും. उसमें से जो अच्छा मछलियां उन लोग निकाल देता है. കൊഞ്ച്, വലിയ വലിയ കൊഞ്ച്, ചെറുത്, പല സൈസ് മീനെ നുള്ളി പറക്കും. उसमें अलग अलग टाइप का जो मछलियां रहता है उसमें अच्छा वाला जो അതെല്ലാം കൊട്ടയെ പറക്കി വെക്കും. वो सब अपने कटोरी में रखता है. ബാക്കിയുള്ള എല്ലാം കൂടെ വേറൊരു വലയ്ക്കകത്ത് കിട്ടി അവര് വളത്തിന് കൊടുത്തു വിടും. हमें बाकी सब मछलियों को दूसरा जाल में डाल के वो खत के लिए दे देता है. ഇന്ന് ദൈവസഭയ്ക്കകത്ത് എല്ലാം കൂടെ കയറിയിട്ടുണ്ട്. आज कलीसिया के अंदर ये सब कुछ मिलके जो चढ़ा हुआ है. നടത്തിപ്പുകാരിലും കയറി, വിശ്വാസികളും കയറി. हमें चलाने वाला भी है, विश्वासी लोग भी. എല്ലാം ഈ വലയിൽ കയറി കിടക്കുക. ये सब कुछ ये जाल के अंदर पड़ा हुआ है. ഒരു നാളിൽ വല തുറക്കുന്ന ദിവസം വരും. एक दिन ये जाल को खोलने वाला दिन आएगी. ഇപ്പൊ എല്ലാം കൂടെ കിടന്ന് പിടയ്ക്കുക. अभी उसके अंदर ऐसा तड़प रहा है सब मिलके. ഈ വല പൊക്കുന്ന ദിവസം വരുന്നുണ്ട്. ये जाल उठाने वाला एक दिन आ रहा है. നുള്ളി പറക്കുന്ന ദിവസം വരുന്നുണ്ട്. उसमें से चुनकी निकालने वाला दिन आ रहा है. നിന്നെ എന്നെ ഈ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നാം ആ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി മാറും. मुझे और आपको परमेश्वर देखा हुआ है तो हम स्वर्ग राज्य का वारिश बन जाएंगे. ബന്ധക്കോസുകാരനായതുകൊണ്ട് ബന്ധക്കോസുകാരിയായതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. जो बंदोबस्त वाला बन गया है इसलिए कुछ फायदा नहीं. അതേ സ്നാനപ്പെട്ടതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നീ സ്വർഗരാജ്യം പോകത്തില്ല. हमें बपतिस्मा लिया है, उद्धार पाए, इसी कारण स्वर्ग राज्य में नहीं जाता है. സ്വർഗരാജ്യത്തിന് വേണ്ടി നാം ജീവിക്കണം. स्वर्ग राज्य के लिए हम जीना चाहिए. വചനപ്രകാരം നാം ജീവിക്കണം. वचन के अनुसार हम जीना चाहिए. പരിശുദ്ധാത്മാവിന് ഹിതത്തിൽ നാം ജീവിക്കണം. पवित्र आत्मा की इच्छा के अनुसार हम जीना चाहिए. വിശുദ്ധിയോടെ നാം ജീവിക്കണം.
पवित्रताई होके हम जीना चाहिए। നമ്മുടെ കർത്താവ് വരുവോളം നാം വിശുദ്ധിയോടെ ജീവിക്കണം. हमारे प्रभु के आगमन तक हम पवित्रताई होके रहे। അത് കടൽ നിന്ന് കയറ്റിയ വല കരയിലെത്തിയപ്പോൾ ഒരു പറക്ക് തിരിവ് വന്നു. समुद्र से जब किनारे पे लेके आया हुआ जाल किनारे में आने के बाद उसका चुनना शुरू किया। ഒന്നാമത്തെ നിധി സകലതും വിറ്റുവാങ്ങി. पहले का जो धन है सब कुछ बेच के खरीदा हुआ। രണ്ടാമത്തെ മുത്ത സകലതും വിറ്റുവാങ്ങി. दूसरा जो मोतियों के लेने के लिए सब कुछ बेच के खरीदा हुआ है। മൂന്നാമത്തത് എല്ലാ വക മീനും കയറിയ വല. तीसरा सब कुछ मछलियां चढ़ा हुआ अवस्था। സ്തോത്രം. ഇതിനെ കുറിച്ച് വിവരിക്കണമെന്നുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം നമുക്കുണ്ടായത് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. हमें इसके बारे में और व्याख्यान करने का था, लेकिन समय का कमी से मैं आगे नहीं जाना चाहता। ഇവിടെ അതെ തിരിയുന്ന ഒരു ഭാഗമുണ്ട്. यहाँ पर चुनने वाला एक समय, ഇടയനാടുകളെ ചെമ്മരിയാടുകളായും കോലാടുകളായും വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. हमें जब चरवाहा भेड़ों को और बकरियों को अलग अलग करने वाला एक समय है। ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് സാത്താനും അവന്റെ രാജ്യത്തിലേക്ക് പോകുവീന്നൊരു ശബ്ദം കേൾക്കും. बाएं साइड में खड़ा होने वाले लोगों को बोलेंगे, ये श्रापित लोगों जो शैतान के लिए तैयार करके रखा हुआ उस जगह में तुम चले जाओ। വലത്തുള്ളവരോട് പറയും, പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുക. दाहिनी और खड़ा हुआ लोगों से कहेंगे, जो पिता के भवन में तुम प्रवेश करो। അതുകൊണ്ട് ഈ വലയിൽ എല്ലാ വക മീനും കയറിയിട്ടുണ്ട്. ദൈവസഭയ്ക്കകത്ത് എല്ലാ വക ഇപ്പൊ കയറിയിട്ടുണ്ട്. इसलिए इस जाल में ये परमेश्वर के कलीसिया में सब लोग चढ़ा हुआ है। ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ, ആരാധന കണ്ടു കഴിഞ്ഞാൽ മഹാഭക്തനാന്ന് തോന്നും. उसका बैठने का तरीका, उसका आराधना देखेगा तो ऐसा लगता है कि बड़ा भक्ति है। എന്നാൽ അവരുടെ ആത്മീയ മണ്ഡലത്തിലെ ജീവിതം കണ്ടാൽ ദൈവം പോലും വെറുക്കപ്പെടും. आमेन। उनके आत्मिक वातावरण की अवस्था देखेगा तो परमेश्वर भी दंडित करता है। ഇന്ന് ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോ വേർപാടോ ഇല്ല. आज कलीसिया के अंदर पवित्रताई अलगदाई नहीं होता है, വിശ്വസ്തതയില്ല. विश्वस्तता नहीं है। പറക്കിക്കളയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. हमें निकाल के अलग करने वाला एक दिन आ रहा है। നാം എല്ലാ ദിവസവും നല്ല മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. हम हर दिन अच्छे अच्छे संदेश सुन रहे हैं। ചിലര് പറയും ഇന്നത്തെ മെസ്സേജ് ഏറ്റവും നല്ലതായിരുന്നു പറയും. हमें कुछ लोग के संदेश बहुत अच्छा है करके बोलेंगे। ചിലര് പറയും തരക്കേടില്ലെന്ന് പറയും. कुछ लोग बोलता है कुछ प्रॉब्लम नहीं है। ചിലര് പറയും ഇന്നത്തെ മെസ്സേജ് ഒരു കാശിനും കൊള്ളത്തില്ല. कुछ लोग बोलेंगे आज का संदेश कोई भी काम का नहीं है। എന്നാൽ ഞാൻ പറയട്ടെ, നിന്റെ മാർക്കിടിയിൽ അവിടെ നിർത്തിയിട്ട് ദൈവവൈലെ നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ എടുക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക. അതേ പെറുക്കി കളയാനിടയാകുന്ന പെറുക്കി കോട്ടയിലിടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. प्रियो, मार्क डालने वाला काम छोड़ के हमें तुमको जो लेना है वो लेना है, क्योंकि सब कुछ निकाल के चुन के अलग करने वाला एक समय आ रहा। Praise the Lord. आमेन। നിന്നെ പുറത്ത് ചവിട്ടാൻ അനുവാദം കൊടുക്കുക. फिर उसको फेंकेंगे और रोंदेंगे। ഇനി അതിന്റെ 49-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ യുഗാവസാനത്തിൽ സംഭവിക്കും. 59 आयत में ऐसा कहता है, आमेन, जगत के अंत में ऐसा ही होगा। യുഗാവസാനം വരാൻ പോകുന്നു. जगत का अंत होने वाला है। ഈ ലോകത്തിന്റെ അവസാനം വരാൻ പോകുന്നു. ये दुनिया का अंत होने वाला है। നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. हम जाग उठने के समय आ चुके हैं। ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുന്നത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. न्याय चुकाने के समय न्याय विधि में ना गिरने के लिए हम बचना चाहिए। ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിടും. स्वर्गदूत आकर दुष्टों को धर्मियों से अलग करेंगे और उन्हें आग के कुंड में डालेंगे। ഇന്ന് രാവിലെ സഭയിൽ ഈ മഹത്വമുള്ള ശുശ്രൂഷ ഒരു വലിയ വാണിയായി, ഒരു വലിയ സന്ദേശമായി നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കട്ടെ. आज सुबह ये महत्वपूर्ण सेवकाई हमारे लिए एक चेतावनी होकर हमें खड़ा होने। സ്തോത്രം. അതെ, ദൂതന്മാർ
വരാൻ ദൂതന്മാർ അത് വന്ന് വേർതിരിക്കാൻ സമയമായി. ऐसा स्वर्गदूत आके अलग करने का समय हो चुके हैं। ആകാത്തതിനെ തീച്ചൂളയിലിടും. जो काम का नहीं है उसको आग के कुंड में डालेंगे. അതിന് 41 വാക്യം കൂടെ ഈ തരുണത്തിൽ നമുക്കൊന്ന് വായിക്കാം. उसके 41 आयत भी हम इस समय पढ़ेंगे. 41. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. मनुष्य के पुत्र अपने स्वर्गदूतों को भेजेंगे. അവർ അവന്റെ രാജ്യത്തുനിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകും. और वे उसके राज्य में से सब ठोकर के कारणों को और कुकर्म करने वालों को इकट्ठा करेंगे और उन्हें आग के कुंड में डालेंगे. वहां रोना और दांत पीसना होगा. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. उस समय धर्मी अपने पिता के राज्य में सूर्य के नई चमकेंगे. जिसके कान हो वह सुन ले. അവിടെ ഇവിടെ 52 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 52 वचनों में भी यही कहता है. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യനാകും. पावनायत में कहता है, उन्होंने उससे कहा, हाँ उनसे कहा, इसलिए हर एक शास्त्री जो स्वर्ग के राज्य का चेला बना है उस गृहस्थ के समान है जो अपने भंडार से नई और पुरानी वस्तुएं निकालता है. ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാണ്. आमेन. जो परमेश्वर के बच्चे परमेश्वर का आमेन भवन में उसके गृहस्थ है. അതെ, അതിന്റെ 80 വാക്യം ഒന്നുകൂടെ പറയാം. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 50वां आयत में कहता है, वहां रोना और दांत पीसना होगा. എന്ന് രാവിലെ സമയം ഇത് ഗ്രഹിക്കുന്നുവോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു പോലെ ഇന്ന് രാവിലെ സമയം ചിന്തിച്ച വചനം, കേട്ട വചനം ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നുവോ? आमीन. परमेश्वर यीशु मसीह ने जो चेलों से पूछा है, क्या तुम ये सब बातें समझती है? वैसा परमेश्वर पूछा हुआ उसी जो सवाल आज हमसे भी पूछता है कि क्या हम ये बातों को समझी है? അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. वहां रोना और दांत पीसना होगा. ഇത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. जिनको कान है वो सुने. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെവിയുണ്ട്. हुआ सबको कान है. ഈ കേട്ടത് ജോൺസൺ പാഷ പറഞ്ഞ അതുകൊണ്ട് കൊള്ളത്തില്ലെന്ന് പറയും. തള്ളിക്കളയരുത്. നീതിമാനായി നിത്യതയിൽ പ്രവേശിക്കുക. ശിക്ഷാവിധിക്ക് ഞാനും നിങ്ങളും ഒരിക്കലും അവകാശിയാകരുത്. मैंने ये बोला हुआ जॉनसन पास्टर बोला करके बोल के इंकार ना करना, क्योंकि ये जो सुना हुआ बातों को अपने में लेना और क्योंकि ये हम न्याय के दंड में ना गिरना. Praise the Lord. आमीन. നമ്മുടെ കർത്താവ് വരാറായി നമ്മെ ചേർക്കാറായി തള്ളിക്കളയപ്പെടുന്ന ഒരു കൂട്ടത്തിലാകരുത്. നാം ശ്രേഷ്ഠന്മാരാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. हमारा परमेश्वर शीघ्र आने वाला है. इसी कारण हम अपने आप को तैयार करके हम उसका स्वीकार करने के लिए तैयार हो जाएंगे. इन वचनों से प्रभु हम सबको आशीष करेंगे. ഇത്രയും സമയം എന്റെ മെസ്സേജ് നന്നായ നിലയിൽ അതേ വിവർത്തനം ചെയ്ത കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യനെ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. पर अनुवाद किया प्रभु के दास को भी प्रभु होता है, इसे आशीष करें. आमीन. ആ റെക്കോർഡിംഗ് ഒന്ന് ബന്ധാക്കണേ. ഹോസ്റ്റ് ചെയ്യാ കോസ്റ്റ് ആരെങ്കിലും ഇന്ന് ജോർജ് ചാൻ ഇല്ല. ആരാ പ്രാർത്ഥന ഇടിയുന്നേ?